ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇപ്പോൾ 2 മാസം 1 മാസം കണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല അടിപൊളി സാധനം കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ എയ്സ്ത്രിക് ആയിട്ടുള്ള നോട്ട് പാഡ് ഐഡിയാസ് ആണ്. ആദ്യമേ ഇനി നമ്മൾ 3 പേപ്പർ കീറിയെടുക്കുന്നുണ്ട്. എൻ്റെ ബുക്കിൽ നിന്ന് തന്നെയാണ് കീറുന്ന കാര്യം. ഇപ്പം എന്തായാലും എല്ലാവരും പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനത്തെ കുറേ ബുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഫോർ സൈസ് പേപ്പർ എന്തിനാ കളയണമെന്ന് ഞാൻ വിചാരിച്ചത്. എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ വരയ്ക്കണ സമയത്ത് ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടൊക്കെ ഇരിക്കില്ല. ആ സാധനമൊക്കെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കുന്നുണ്ട്. എല്ലാത്തിനും ഇതേപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ കുറേ പാടൊക്കെ വരും. ആ പാട് വേണം നമ്മളിങ്ങനെ വെട്ടിക്കളയാനായിട്ട്. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ പോലത്തെ ഒരു സാധനം കിട്ടും. അതുകൊണ്ടിട്ടാണ് നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഗീവ് വേയുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അതും ഇതൊക്കെ കൊണ്ടിട്ട് തന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഉടനെ തന്നെ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐറ്റമൊക്കെ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേടിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഗീവ് വേയിട്ട് തരാം. അപ്പോൾ ഗീവ് വേ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇടുന്ന നമ്മുടെ ഷോർട്സും ലോങ് വീഡിയോ എപ്പോഴും ഇടാറില്ല, വീക്കിലി ഇടാറുള്ളൂ. അതൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യണം. മെയിൻ കാര്യം കമൻറ്റും ചെയ്യണം. അതിനകത്തൊന്നും കൂടെയൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എനിവേയ്സ്, അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എല്ലാത്തിനെയും വെട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ എല്ലാത്തിനെയും ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ നമ്മുടെ സ്കെയിൽ കൊണ്ടൊക്കെ ആയിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മടുത്തു പോയി. കാര്യം ഈ സ്കെയിൽ കൊണ്ട് വരക്കൽ ഭയങ്കര പണിയൊക്കെ തന്നെയാണ്. കാര്യം അങ്ങോട്ട് തിരിക്കുക, അത് പിന്നെ വരക്കുക, അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കൈ കൊണ്ട് അങ്ങോട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ താഴത്ത് വെച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനമാകാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ലവ് അങ്ങോട്ട് വരച്ചു കൊടുത്തു. എനിക്ക് എന്തായാലും അത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗ്രിഡ് ലൈൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കളർ തന്നെ എടുക്കണമെന്നില്ല. പിന്നെ ഈ സ്കെച്ചല്ല മാർക്കർ ഇത് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് സ്കെച്ച് ഉപയോഗിക്കാം, വേറെ കളർ ഉപയോഗിക്കാം, ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കളർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. കയ്യിലുള്ള കളർ എന്നല്ല, എല്ലാ കളറും ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞതാണ്, എനിക്ക് തോന്നിയൊരു കളർ എടുത്ത് അങ്ങോട്ട് ചെയ്തു. പിന്നെ എല്ലാത്തിനും ചെയ്തതിന് ശേഷം നമ്മളതിനെ തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ ചെയ്യുക. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ നേരെ വന്നിരിക്കാനാണ്. ഗ്ലൂ തേക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വന്നിരിക്കാനാണ്. പിന്നെ ഞാൻ പേപ്പർ ക്ലിപ്പ് കൊണ്ടിട്ട് അതിനെ എല്ലാത്തിനും ഇതേപോലെ ജോയിൻ ചെയ്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ തരമായ നമ്മുടെ ഗ്ലൂ എടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഗ്ലൂ ഒഴിച്ചാലും മതി. എനിവേയ്സ്, പിന്നെ അതിനെ കുറച്ച് നേരത്തേക്ക് ഒരു 30 മിനിറ്റ് 1 മണിക്കൂറത്തേക്ക് ഉണക്കാതെ എപ്പോഴാണ് ഉണങ്ങി തീരുന്നത് അത്രയും നേരം നമ്മൾ വെക്കണം. എൻ്റെ കട്ടിങ് മാറ്റൊന്നും കാണാനില്ലായിരുന്നു. അപ്പോൾ അപ്പുറത്തുനിന്ന് വെച്ചാൽ ഒരു ബുക്ക് എടുത്തിട്ടൊക്കെയായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എനിവേയ്സ്, നമ്മൾ പിന്നെ അടുത്ത ഇതേപോലെ തന്നെ മടക്കുക. പിന്നെ അതിനകത്ത് വരുന്ന ലൈൻസ് എല്ലാം നമ്മൾ വെട്ടിയെടുക്കണം. എല്ലാം തന്നെ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ എല്ലാം ചെയ്യണ പോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ടു ഡു ലിസ്റ്റ് എന്നാണ് എഴുതിയിട്ടുള്ള കാര്യം. ടു ഡു ലിസ്റ്റാണ് നമുക്ക് എപ്പോഴും ചെയ്യാനുള്ള കാര്യം. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാം ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടു ഡു ലിസ്റ്റ് ആയിരിക്കണം മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ എല്ലാത്തിനും ടു ഡു ലിസ്റ്റ് എന്ന് എഴുതുക. പിന്നെ ഇതേപോലെ ഒരു ബോക്സ് വരച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാത്തിനും വരച്ചെടുക്കുക. എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിലൊരു 20 എണ്ണോ 15 എണ്ണോ അങ്ങോട്ട് വരും. A4 സൈസ് പേപ്പർ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാകും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സ്പാർക്കിളൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനെല്ലാം കളർ ചെയ്തതിന് ശേഷം അപ്പം ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നേരത്തെ ആദ്യമേ വെച്ച സാധനം ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉണങ്ങി വന്നിട്ടുണ്ട്. നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കണ പോലെ തോന്നി. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ട്രൈപോഡ് ഇല്ലാതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കാര്യം, ട്രൈപോഡിൽ കുറച്ച് പണിയും അതൊക്കെ ഇട്ട് പറ്റിയിരുന്നേച്ചുകൊണ്ട് ഒരു കപ്പും കത്രികയും വെച്ചിട്ടൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വല്ല തെറ്റുമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ ഗ്ലൂ ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യുക, അതേപോലെ തന്നെ ഡ്രൈ ചെയ്തെടുക്കണം. നേരത്തെ പോലെ തന്നെ ഇതേപോലെ മടക്കി കൊടുക്കുക. അതിനകത്ത് ലൈൻസ് വരുന്ന രീതിയിൽ നമ്മൾ അതിനെ കട്ട് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പേപ്പറുകൾ എടുക്കാം. ഞാനിപ്പോൾ ഒരു പേപ്പർ എടുക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്കിനി സാൻഡ്രിയോ നെയിൽസിൻ്റെ ട്യൂട്ടോറിയൽ വേണം, ബ്ലൈൻഡ് ബാഗിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇതേപോലെ വരച്ചെടുത്തതിന് ശേഷം ഞാൻ ട്യൂലിപ്സാണ് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേപോലെ കളർ ചെയ്തെടുക്കുക, അതൊക്കെ തന്നെ. ട്യൂലിപ്സ് വരച്ചെടുത്ത കൊണ്ടിട്ടാണോന്നൊന്നും എനിക്കറിയാൻ പാടില്ല. കുറച്ച് ടൈം ഇതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാര്യം കളറിങ് ചെയ്യാനായിരുന്നു, പിന്നെ അതുകൊണ്ട് വരക്കണമായിരുന്നു. അങ്ങനെ ടൈമൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു.
പിന്നെ നമ്മൾ ഇതേപോലെ അതിനെ അറേഞ്ച് ചെയ്തെടുത്തതിന് ശേഷം പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ ഗ്ലൂ എടുത്തങ്ങോട്ട് തേച്ച് കൊടുക്കണം. പിന്നെ ഉണക്കാൻ വെക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ കവറിങ് ആണ്. ഇതേപോലെ അതിനെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ കുഞ്ഞിതൊക്കെ തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് കളയുന്നുണ്ട്. ആദ്യമേ ഞാൻ വിചാരിച്ചു ഒരെണ്ണം കൂടെ ഉണ്ടാക്കാമെന്നാണ്. അതുകൊണ്ടിട്ടാണ് രണ്ടാമത് മടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും പിന്നെ ഇനി നമ്മുടെ കയ്യിൽ എന്തായാലും കവായ് സ്റ്റിക്കർ എത്തിപ്പെട്ടത് കൊണ്ട് നമ്മൾ കവായ് സ്റ്റിക്കറും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ടൂലിപ്പിൻ്റെ ഒരു ഗേളിൻ്റെയും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2-3 ക്ലിപ്പൊക്കെ ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ അതേപോലെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസ്റ്ററിക് നോട്ട് പാഡ് എന്നൊക്കെ കൊണ്ട് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇറേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ഞാൻ അതിൻ്റെ പുറമേ ഞാൻ നമ്മുടെ പെൻസിൽ കൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. കാര്യം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ തെറ്റായി പോകുകൊണ്ട് തന്നെ ഞാൻ പെൻസിൽ കൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കവറിൻ്റെ ആദ്യത്തെ ഇത് റെഡി ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിച്ചപ്പോഴാണ് വിചാരിച്ചത് ഒരു രസമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ക്രയോൺസ് എടുത്തിട്ട് ഒരു പിങ്ക് കളർ അടിച്ചു കൊടുത്തു. അപ്പം എന്തായാലും നല്ല ഭംഗിയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു ഗായ്സ്. ഇതിപ്പോഴാണ് ഈസ്റ്ററിക്കായെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇനി നമ്മുടെ നോട്ട് പാഡെല്ലാം ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത സമയത്ത് സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേറൊരു പേപ്പർ എടുത്തതിന് ശേഷം കുറച്ചും കൂടെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. പിന്നെ നമ്മുടെ ലിക്വിഡായിട്ടുള്ള ഗ്ലൂ ഇല്ല, അത് ഒട്ടിക്കാതിരിക്കണമായിരിക്കും എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ടിട്ടാണ് ചെയ്യുന്നത്. കുറേ നാളെ ഇത് തന്നെ ഉപയോഗിക്കണം, അതുകൊണ്ട് തന്നെ ആ സാധനം തീർന്നും പോയി അതൊക്കെ പറഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാത്തിനും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനെന്താ വിട്ടുപോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാനായിട്ട്, അപ്പുറത്തെ സൈഡിൽ ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റിക്ക് ഹിയർ എന്നൊക്കെ നമ്മുടെ ഒരു പേപ്പറിനകത്തേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോട്ട് പാഡ് അതിനകത്തേക്ക് ഒട്ടിക്കാനാണ്. അപ്പം നമ്മുടെ നോട്ട് പാഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡെസ്ക് മേക്കോർ ഇപ്പോഴൊന്നും ഇടില്ല, കാര്യം കുറച്ച് താമസമൊക്കെ പെടും. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. ബൈ.